സിൻ്റെ സൗണ്ടാണ് കേട്ടോ ഇങ്ങനെ കൂടുതൽ വരുന്നത്. എ സിൻ്റെ ഒരു സൗണ്ടാണ്. ഇവിടുത്തെ ബസ് സ്റ്റോപ്പുകളൊക്കെ അതാണ്. എ സി വൈഫൈ ഒക്കെ ഉണ്ട്. ബസ് വരുന്നവരെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെയിറ്റ് ചെയ്യാം. പിന്നെ ബസ് വന്നാൽ കയറാം. അതിൻ്റെ ഉള്ളിൽ കാണിക്കും ബസ് ടൈമിങ്സൊക്കെ അവിടെ ഉള്ളിൽ സ്ക്രീനിൽ എഴുതി കാണിക്കും. ഇതെന്താണ് ഇറാനിയൻ ക്ലബ്ബാണ് അത്. ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ച് സിറ്റിയിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു ടൈപ്പ് ഏരിയ, കുറച്ച് റൂറൽ ഏരിയ അങ്ങനെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. ബട്ട് കുറച്ച് സിറ്റിയിൽ നിന്ന് മാറിയിട്ടാണ് അവിടെ ഒരു ബ്രാബസ്. അതതിൻ്റെ കാറ് കണ്ട് അതാ സൂം ചെയ്ത്. പിന്നെ ഇങ്ങനെ ഇവിടുത്തെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ആർക്കെൻ്റെ ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. യൂ ടേണൊക്കെ സ്മൂത്തായിട്ട് തിരിച്ചെടുക്കണം. ആ ഒരു യൂ ടേൺ അടിക്കുന്ന ടൈമിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. യൂ ടേൺ അടിക്കുന്നത് ശരിക്കും കാണണം. നമ്മൾ വിചാരിക്കുന്നത് തട്ടുന്നു, പക്ഷെ പെർഫെക്റ്റായിട്ട് ഒറ്റ തിരിക്കല് കംപ്ലീറ്റ് തിരിച്ചെടുക്കും. അടിപൊളിയാണ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പുറം സ്പേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ലൈന് ഇപ്പോൾ തിരിയുമ്പോൾ നമ്മൾ സാധാരണ ഒരു കുറച്ച് വിട്ട് കൂടിയ റോഡിൽ ലൈന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് ലൈൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല മീൻസ് ചില ലൈന് ചേഞ്ച് ചെയ്യുമല്ലോ തിരിക്കുമ്പോൾ, സ്ട്രെയിറ്റ് ആയിട്ട് പോകുമല്ലോ ലൈന് നോക്കാതെ. പക്ഷെ ഇവിടെ തന്നെ അങ്ങനെയല്ല. ഇവിടെ ലൈന് നോക്കിയിട്ട് കറക്റ്റ് അതിനനുസരിച്ച് തിരിക്കാൻ പാടുള്ളൂ. ലൈനിൻ്റെ ഒപ്പം ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ മെയിൻ ഹൈവേ കയറി സ്മൂത്താണ് ഹൈവേ. ഒരു കുണ്ടകുളി ഒന്നുമില്ല. പെർഫെക്റ്റ് ഹൈവേ. അപ്പുറത്ത് കുറേ വീടുകൾ. ഇത് ഡിഫൻഡറിൻ്റെ പോലത്തെ ഒരു വണ്ടി, അടിപൊളി വണ്ടി. അപ്പോൾ ഇനി പോകെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കാണണമെങ്കിൽ അപ്പോൾ കാണിക്കാം. ഈ ഒരു ഏരിയയിൽ വീടുകളാണോ എന്തെങ്കിലും ഓഫീസാണോ കാണുമ്പോൾ വീടുകളായിട്ട് തോന്നുന്നത്, എന്താ അറിയില്ല. അപ്പോൾ ബാക്കി പോണ വഴിക്ക് അവിടെ ഒരു പള്ളി, അപ്പോൾ ഈ ബാക്കി പിന്നെ. അപ്പോൾ ഗൈസ് അങ്ങനെ ബസ് ഇറങ്ങി 1 മണിക്കൂർ യാത്ര ചെയ്യുന്നു. പിന്നെ ബസ് ഇറങ്ങി അവിടെ ഒരു വിൻറ്റേജ് വണ്ടി നിൽക്കുന്നു. അടിപൊളി കുറച്ച് മെയിൻ്റെനൻസ് ഒക്കെ കുറഞ്ഞ ടൈപ്പ് വണ്ടി പോകുന്നുണ്ട്. അതായത് വലിയ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാത്ത വണ്ടി പോകുന്നുണ്ട്. നമ്മളെ നാട്ടിലത്തെ വണ്ടിപ്രാന്തന്മാരെടുത്ത് കിട്ടിയാൽ അടിപൊളിയാണ് വണ്ടി. ഇവിടെ കുറേ വണ്ടിയുണ്ട്. പോർഷെ, പിന്നെ ലാൻഡ് ക്രൂസർ, ഡിഫൻഡർ. വണ്ടികളുടെ കാര്യത്തിൽ ഇവിടെ അങ്ങനെ എണ്ണി പറയാൻ പറ്റില്ല. കാരണം അതിന് മാത്രം വണ്ടികളുണ്ട് ഇഷ്ടം പോലെ. പറഞ്ഞാൽ ഇഷ്ടം പോലെ. അപ്പോൾ അങ്ങനെ വന്ന് ബസ് ഇറങ്ങി. ബസ് സ്റ്റേഷൻ ഇവിടെ ബാക്ക് സൈഡ് തന്നെയാണ് ബസ് സ്റ്റേഷൻ. പിന്നെ ഇവിടെ ഇറങ്ങി. ഇവിടെ നല്ല ആംബിയൻസ് ഒക്കെയാണ്. സംഭവം ബാക്കിൽ ആ സംഭവമൊക്കെ അടിപൊളിയാണ്. ചൈനീസ് ടൈപ്പ് തന്നെ. ഞാൻ അവിടുന്ന് ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ചൈനീസ് ടൈപ്പ് സാധനങ്ങൾ. റോഡ് ക്രോസ് ചെയ്യണം. റോഡ് ക്രോസ് ചെയ്തിട്ട് ബാക്കി വീഡിയോ എടുക്കും. ഓക്കെ, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാലൊരു മോശത്തരാണ്. അപ്പോൾ റോഡ് ക്രോസ് ചെയ്യണം. ഇതിൻ്റെ എൻട്രൻസ് എവിടെയാണുള്ളത്? ഇതാ ഞാൻ പറഞ്ഞ സാധനം. അടിപൊളി ചൈനീസ് ലാമ്പ്. നല്ല രസമുണ്ട് അത് കാണാൻ. സീബ്ര ക്രോസിങ് അവിടുന്ന് ക്രോസ് ചെയ്യാം. ചിലവർ അതല്ലാതെ ക്രോസ് ചെയ്യുന്നു. പക്ഷെ നമുക്ക് നിയമം തെറ്റിക്കണ്ടല്ലോ. അവിടുന്ന് ക്രോസ് ചെയ്യും. ഇത് അറബീൻ്റെ വണ്ടിയാണ് പോകും. അറബി ശരിക്കുന്നുണ്ട്. നല്ല ചൂടുള്ള കാറ്റ് അടിക്കുന്നുണ്ട്.
നമ്മളെ പാലക്കാടൊക്കെ ചൂടുള്ള ടൈമിൽ ഇതേപോലെ മലൻ്റെ ഭാഗത്തുനിന്ന് മലൻ്റെ ചൂട് കാറ്റത്ത് ഇങ്ങനെ വരും. അതേപോലെയാണ് കാറ്റടിക്കുന്നത്. ഇവിടെ ഒരു നിസാൻ പെട്രോൾ നിൽക്കുന്നു, അടിപൊളിയാണ് നിസാൻ പെട്രോൾ. അപ്പോൾ ഞങ്ങളങ്ങനെ ഉള്ളിലേക്ക് ഒരു ചെറിയ വേറൊരു എൻട്രൻസ് ആണ്, അതിൻ്റെ ഉള്ളിൽ കൂടെ കയറാണ്, ഉള്ളിലേക്ക് കയറാണ്.